ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഇന്ന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം UK ഇ വിസ നിലവിൽ വന്നു. എല്ലാവരും ഇപ്പോഴും എങ്ങനെയാണ് ഈ വിസ ഉപയോഗിക്കുന്നത്, എന്താണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വലിയൊരു സംശയത്തിന്റെ നിഴലിലാണ് ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് 3 പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട വീഡിയോ ട്യൂട്ടോറിയലാണ് ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെ, ഒന്നാമത്തത്, നിങ്ങളുടെ ഈ വിസ എങ്ങനെ വേറൊരാളെ കാണിക്കും, അതാണ് ഒന്നാമത്തെ ട്യൂട്ടോറിയൽ. അതിനകത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ഷോർട്ട് കോഡ്, അതായത് ഒരു ഷോർട്ട് കോഡാണ് നിങ്ങൾ കാണിക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം, ഇവിടെ വന്ന് നമ്മളൊരു വാടകയ്ക്ക് വീടെടുക്കാൻ പോകുമ്പോൾ നമ്മൾ റൈറ്റ് ടു റെന്റ് നമ്മൾ കാണിക്കാറുണ്ട് അല്ലേ. ഗൂഗിളിൽ പോയി റൈറ്റ് ടു റെന്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം അടിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു കോഡ് കിട്ടും. നമ്മൾ ആ കോഡാണ് ലാൻഡ് ലോണിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ജോലി ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ റൈറ്റ് ടു വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതും ഇതുപോലെ തന്നെ അടിച്ചു കൊടുത്ത് നമുക്കൊരു ബാർകോഡ് കിട്ടി, നമ്മുടെ വിസയ്ക്കകത്ത് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് നമ്മളത് കാണിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് ഇനി ഈ വിസയും വരാൻ പോകുന്നത്. അതായത് നമുക്കൊരു ഷോർട്ട് കോഡ് കിട്ടും. അപ്പം എല്ലാവരും UKV അക്കൗണ്ടിനകത്ത് കയറി ഈ വിസ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി അതെങ്ങനെയാണ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ സാരാംശം. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഈ വിസ എങ്ങനെ നിങ്ങൾ വേറൊരാളെ കാണിക്കും, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളോട് വിസ കാണിക്കാനും പറഞ്ഞാൽ നിങ്ങളതെങ്ങനെ അവരെ കാണിക്കും. അതൊക്കെ നിങ്ങൾ ഒരു ഷോർട്ട് കോഡ് കൊടുക്കും, ഒരു കോഡ് കൊടുക്കും. അതാണ് ഒന്നാമത്തെ ട്യൂട്ടോറിയൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആ വ്യക്തി ആ വിസ എങ്ങനെ അവിടെ കാണാൻ പോകുന്നത്. അതായത് ഇപ്പം നിങ്ങൾക്ക് വേറൊരാളുടെ വിസ കാണണം, നിങ്ങളൊരു എംപ്ലോയറോ അങ്ങനെ എന്തെങ്കിലും ആണ്, നിങ്ങൾക്ക് വേറൊരാളുടെ വിസ കാണണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ വിസ കാണുന്നത്, അല്ലെങ്കിൽ വേറൊരാളുടെ ഷോർട്ട് കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വിസ കാണാൻ പറ്റുന്നത്. അത് രണ്ടാമത്തെ വീഡിയോ, രണ്ടാമത്തെ ട്യൂട്ടോറിയൽ. മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ മറ്റുള്ള രേഖകൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ വിസയുമായി ലിങ്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഈ ചുരുക്ക സമയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. സോ നമുക്കിതൊരു ഒരു വീഡിയോ ട്യൂട്ടോറിയലായിട്ടാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ആദ്യം ഷോർട്ട് കോഡ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ വിസ വേറൊരാളെ കാണിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ആദ്യത്തെ ലിങ്കാണ്. നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. ഏറ്റവും അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. നമ്മൾ ആ ലിങ്കിലേക്ക് പോയി സ്റ്റാർട്ട് നൗ ചെയ്ത് ഈ കുക്കീസൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ BRP വെച്ചിട്ടാണ് സൈൻ ഇൻ ചെയ്യേണ്ടത്. BRP സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങളുടെ BRP നമ്പർ ആദ്യം അവിടെ അടിച്ചു കൊടുക്കണം. BRP നമ്പർ ആദ്യം അടിച്ചു കൊടുത്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളവിടെ അടിച്ചു കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്ത് അവിടെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കിന് ഇത് നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കാണോ ഇമെയിലിലേക്കാണോ ഒരു സെക്യൂരിറ്റി കോഡ് വരും. ഞാൻ ഫോൺ നമ്പറാണ് കൊടുത്തത്. ആ സെക്യൂരിറ്റി കോഡ് നിങ്ങൾ ഇവിടെ എല്ലാം അടിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്തിട്ട് അതിനുശേഷം നിങ്ങളുടെ ഈ വിസയുടെ സ്റ്റാറ്റസൊക്കെ വന്ന് അത് നിങ്ങൾക്ക് എന്തിനാണ് ഈ ഷെയർ കോഡ് എന്ന് ആവശ്യം ചോദിക്കും. ഞാൻ 3ാമത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തത്. ആദ്യത്തെ 2 ഇറലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. 3ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഷെയർ കോഡ് അവിടെ ക്രിയേറ്റ് ആവുകയും ആ ഷെയർ കോഡ് നിങ്ങൾക്ക് ഒരു ക്രിയേറ്റ് ഷെയർ കോഡ് ഉണ്ട്. ആ ഷെയർ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് ഇമെയിലായിട്ട് അയക്കുകയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ ആ ഷെയർ കോഡ് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അത് നിങ്ങൾക്ക് ആർക്കാണോ ആവശ്യം അവർക്കത് ലഭ്യമാകുന്നതാണ്. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഷോർട്ട് കോഡ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. അപ്പം അടുത്തത്, നിങ്ങളൊരു ഇമിഗ്രേഷൻ ഓഫീസറോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എംപ്ലോയറോ ആണ്, വേറൊരാളുടെ വിസ നിങ്ങൾ കാണണമെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ വീഡിയോ. അപ്പോൾ ആ വീഡിയോ കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, ഡിസ്ക്രിപ്ഷനിലെ 2ാമത്തെ ലിങ്കിലേക്ക് പോയാൽ വേറൊരു വ്യക്തിയുടെ എമിഗ്രേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അത് ഇതുപോലെ തന്നെ സ്റ്റാർട്ട് നൗവിലേക്ക് പോവുക. അവിടെ ചെന്ന് ആ വ്യക്തിയുടെ ഷെയർ കോഡ്, തന്നേക്കുന്ന ഷെയർ കോഡ് അവിടെ അടിച്ചു കൊടുക്കുക. ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ അവിടെ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ജോബ് ടൈറ്റിലും നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പേരും അടിച്ചു കൊടുക്കുക. ഞാനിവിടെ സെൽഫ് എന്നാണ് ഞാൻ അവിടെ കൊടുത്തിരുന്നത്. അതിനുശേഷം കണ്ടിന്യൂ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഈ വിസയുടെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഓക്കെ ഗൈസ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എല്ലാവരും ചോദിക്കുന്നു പാസ്പോർട്ട് എങ്ങനെ ലിങ്ക് ചെയ്യും. പാസ്പോർട്ട് ലിങ്ക് ചെയ്യും നമുക്ക് ഒന്നും ചെയ്യാനില്ല, വളരെ എളുപ്പ പരിപാടിയാണ്. ആ അക്കൗണ്ടിൽ പോയി നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒരു ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ട്യൂട്ടോറിയൽ. സോ അതും കൂടെ ഒന്ന് കാണുക, എന്നിട്ട് മടങ്ങി വരിക.
ഡിസ്ക്രിപ്ഷനിലെ മൂന്നാമത്തെ ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പാസ്പോർട്ട് ആഡ് ചെയ്യുന്നത് പറയാം. ഇത് ഏറ്റവും താഴോട്ട് പോയി അവിടെ സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ BRP ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ആസ് യൂഷ്വൽ നിങ്ങളുടെ BRPയുടെ നമ്പർ നിങ്ങളവിടെ അടിച്ചു കൊടുക്കുക. അന്നേരം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സെക്യൂരിറ്റി കോഡ് വരേണ്ടത് ഫോൺ നമ്പറിലേക്കാണോ ഇമെയിലേക്കാണോ തീരുമാനിക്കുക. ഞാൻ ഫോൺ നമ്പറാണ് തീരുമാനിച്ചത്. അത് നിങ്ങളുടെ സെക്യൂരിറ്റി കോഡ് അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തം അവിടെ ഇങ്ങനെ തെളിഞ്ഞ് വരും. ഏറ്റവും അവസാനം കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആഡ് ന്യൂ ഡോക്യുമെൻറ്റ്സ് ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മാറ്റമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും. നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസിന് മാറ്റമില്ല എന്ന് നോ എന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡോക്യുമെൻ്റാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് അവർ ചോദിക്കും. അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് പാസ്പോർട്ട് എന്നാണ്. അപ്പോൾ പാസ്പോർട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കണ്ടിന്യൂ അടിച്ചു കൊടുക്കുക. അതിനുശേഷം പാസ്പോർട്ട് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഫോട്ടോയുടെ ചില റിക്വയർമെൻറ്റ്സ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വ്യക്തമായിട്ട് വായിച്ചു നോക്കി അവർ പറയുന്ന പോലെ ആ ഫോട്ടോ എടുക്കാൻ നോക്കുക. പിന്നെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഫോണിനകത്ത് കിടക്കുന്ന ഫോട്ടോ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പക്ഷേ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും ആ ഫോട്ടോ ഇവിടെ എടുക്കുകയാണ്. ഞാൻ ഫോട്ടോ എടുത്ത് നിങ്ങളത് കാണിക്കുന്നില്ല. എന്തായാലും ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾക്കറിയാം ചൂസ് ഫയൽസിനകത്ത് അതുകൊണ്ട് ഇപ്പോൾ ഒരു 1 GPJ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് അപ്ലോഡ് ചെയ്ത് നമ്മൾ കൊടുക്കണം. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഫോട്ടോ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തിട്ട് ഏറ്റവും അവസാനം തന്നെ നമ്മുടെ പാസ്പോർട്ട് ഇവിടെ വന്നു. അപ്ഡേറ്റ് റിക്വസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മെയിലും വരും അതിനെപ്പറ്റി. അത് നമ്മൾ കൺഫേം ആയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു മെയിൽ നമുക്ക് വരും. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. Okay guys, so that ends our 3 tutorials. ഇന്നത്തെ 3 ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് UKV അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. UKV അക്കൗണ്ടിനകത്ത് വിസയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തന്നത് എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഷോർട്ട് കോഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് മറ്റുള്ളവരെ അറിയിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. 2, മറ്റുള്ളവരുടെ വിസ സ്റ്റാറ്റസ് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ എങ്ങനെയാണ് നോക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്നു. 3, നിങ്ങളുടെ പാസ്പോർട്ടും മറ്റു രേഖകളും എങ്ങനെയാണ് ഈ വിസയുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നുകയാണെങ്കിൽ വീഡിയോ ദയവായി ഷെയർ ചെയ്യുക. ഇത് അറിയാത്തവരിലേക്ക് കൂടുതൽ എത്തിക്കുക. നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. ഇനി നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസും ട്രാവൽ വീഡിയോസും ഒക്കെ ഇതിന് പുറകെ വരുന്നുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.